നിങ്ങളുടെ പേര് നരേന്ദർ, നിങ്ങളുടെ കോച്ചിന്റെ പേര് നരേന്ദർ, നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ പേരും നരേന്ദ്ര. എനിക്ക് നരേന്ദ്ര എന്ന പേരിനോട് തന്നെ ഇപ്പോൾ വെറുപ്പായിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഏറെ ചിരിപ്പിച്ച ഒരു തമാശയാണിത്. ഒരു പേര് കേട്ട് വെറുക്കാൻ ഈ നരേന്ദ്രമോദി എന്താണ് ചെയ്തത്? മോദിയുടെ ഭരണം വന്നതിൽ പിന്നെയാണ് ഈ പേരുകാർക്ക് ഇത്രയും പേരുദോഷം കിട്ടിയിട്ടുള്ളത് എന്നാണ് അസൂയക്കാരെ ചൊടിപ്പിക്കാൻ നരേന്ദ്രമോദി അനുകൂലികൾ നടത്തുന്ന പ്രചാരണം. എന്തായാലും സംഭവം പറയാം. കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ ജേതാക്കളെ ആദരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചല്ലോ. ഈ ചടങ്ങിൽ നടന്ന രസകരമായ അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് ഇന്ത്യൻ ബോക്സർ നരേന്ദർ ബർവാൾ. 2015 വേൾഡ് മിലിറ്ററി ഗെയിംസിനിടെ പാകിസ്ഥാൻ താരവുമായുള്ള ബോക്സിംഗ് മത്സരത്തെക്കുറിച്ചാണ് രസകരമായ അനുഭവം താരം പങ്കുവച്ചത്. അതിർത്തിയിലെ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് പാകിസ്ഥാനോട് ഒരു കാരണവശാലും തോൽക്കരുത് എന്നാണ് സൈന്യത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ തനിക്ക് നൽകിയ കർശന നിർദ്ദേശമെന്ന് ബർവാൾ പറയുന്നു. മത്സരത്തിൽ ആദ്യ റൗണ്ട് 4-1 രണ്ടേ റൗണ്ട് 3-2 വിജയിച്ച് ബർവാൾ ഇന്ത്യയുടെ അഭിമാനമായി. എന്നാൽ മത്സരത്തിനിടെ 2 താരങ്ങൾക്ക് മുഖത്ത് പരിക്കേറ്റു. രണ്ടുപേരും തുന്നലിടാൻ വേണ്ടി ഒരുമിച്ചാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. അവിടെ വെച്ചാണ് പാകിസ്ഥാൻ താരം ഒരു യാദൃശ്ചികത ശ്രദ്ധിക്കുന്നത്. ബർവാളിന്റെ പേര് നരേന്ദർ, അദ്ദേഹത്തിന്റെ ആർമി കോച്ചിന്റെ പേര് നരേന്ദർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്ര. ഇത് ശ്രദ്ധിച്ച പാകിസ്ഥാൻ താരം പറഞ്ഞ കാര്യം ബർവാൾ ഇപ്രകാരം പ്രധാനമന്ത്രിയോട് തന്നെ വിവരിച്ചു. നിങ്ങളുടെ പേര് നരേന്ദർ, നിങ്ങളുടെ കോച്ചിന്റെ പേര് നരേന്ദർ, നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്ര. എനിക്ക് നരേന്ദ്ര എന്ന പേരിനോട് തന്നെ ഇപ്പോൾ വെറുപ്പായിരിക്കുന്നു. ഈ തമാശ പ്രധാനമന്ത്രിയെ ഒരുപാട് പൊട്ടിച്ചിരിപ്പിച്ചു എന്നാണ് ബർവാൾ കുറിച്ചിരിക്കുന്നത്. നരേന്ദ്രൻ എന്ന പേരിനെ കുറിച്ച് പറയാം. നരേന്ദ്രൻ എന്ന പേര് പരമ്പരാഗത സംസ്കൃത സംയുക്ത പദമാണ്. നരൻ മനുഷ്യൻ എന്നർത്ഥം, ഇന്ദ്ര പ്രഭു മുഖ്യൻ അല്ലെങ്കിൽ ദൈവങ്ങളുടെ രാജാവ് എന്നർത്ഥം. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് നരേന്ദ്രൻ. പദോൽപത്തിയിൽ പേരിന്റെ രഹസ്യം അല്ലെങ്കിൽ അക്ഷരാർത്ഥം മനുഷ്യരുടെ പ്രഭു അല്ലെങ്കിൽ മനുഷ്യരുടെ രാജാവ് എന്നാണ്. പദോൽപത്തിയും സാംസ്കാരിക പ്രാധാന്യവും പറയുകയാണെങ്കിൽ പുരാതന സംസ്കൃത സാഹിത്യത്തിലും മഹാഭാരതം പോലുള്ള ഇതിഹാസങ്ങളിലും ജനങ്ങളുടെ ഭൂമിയിലെ സംരക്ഷകനായി പ്രവർത്തിക്കുന്ന ഒരു പരമാധികാരിയെയോ ചക്രവർത്തിയോ വിവരിക്കാൻ ഈ തലക്കെട്ട് ഉപയോഗിച്ചിരുന്നു. അത് സ്വർഗത്തിലെ ഇന്ദ്രന്റെ ഭരണത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇത് ചരിത്രപരവും ആത്മീയവുമായ ഐക്കണുകളുമായി പ്രസിദ്ധമായി ബന്ധപ്പെട്ടു. പ്രത്യേകിച്ച് സ്വാമി വിവേകാനന്ദൻ, അദ്ദേഹത്തിന്റെ സന്യാസത്തിന് മുൻപുള്ള ബാല്യകാല നാമം നരേന്ദ്രനാഥ് ദത്ത എന്നായിരുന്നു. എന്തായാലും പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പ്രധാനമന്ത്രി എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ന്യൂസ് ഡെസ്ക് കർമാസ്.